മുംബൈ ടീമിന് ഇന്നലെ പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. സൂര്യകുമാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മുംബൈ കളി തോൽക്കില്ലായിരുന്നു. വളരെ കുറച്ച് റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. സൂര്യ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് കളി ജയിച്ചേനെ. എങ്കിലും ഇന്നലെ കളി കഴിഞ്ഞ് സൂര്യകുമാർ ഒരു പ്രസ്താവന ഇറക്കി. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീമിനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായതോടെ മുംബൈയുടെ നാശം തുടങ്ങിയെന്നാണ് ആരാധകർ പറയുന്നത്. പാണ്ഡ്യയ്ക്ക് ഇന്നലെ അവസാനം കളി ജയിപ്പിക്കാമായിരുന്നു. എന്നാൽ പാണ്ഡ്യ വിക്കറ്റ് തുലച്ചു കളഞ്ഞു. ഇന്നലെ മത്സരശേഷം കളി കണ്ട് സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ടീമിലെ ഐക്യമത്യം പോയിരിക്കുന്നു. എല്ലാ താരങ്ങളും പരസ്പരം കൊമ്പ് കോർക്കുന്നു. പ്രത്യേകിച്ച് പാണ്ഡ്യയുടെ സ്വഭാവം അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ മത്സരം തോൽക്കാൻ കാരണം അത് പാണ്ഡ്യ തന്നെയാണ്. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാകണമെന്ന് രോഹിത് ശർമ്മയെ കണ്ടുപഠിക്കട്ടെ. അല്ലാതെ ഇങ്ങനെ ഷോ ചെയ്യുന്നത് ശരിയല്ല. ബുംറയ്ക്ക് ശരിയായ രീതിയിൽ ബൗൾ ചെയ്യാൻ പാണ്ഡ്യ അവസരം കൊടുത്തില്ല. ഇതെല്ലാം പാണ്ഡ്യയുടെ തെറ്റാണ്. പാണ്ഡ്യ കുറച്ചുകൂടി നന്നാവണമെന്നും സൂര്യകുമാർ വ്യക്തമാക്കി. സൂര്യ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് മുംബൈ ആരാധകർ. സൂര്യ വന്നാൽ പിന്നെ മുംബൈക്ക് യാതൊന്നും പേടിക്കാനില്ല. T20 കിങ്ങാണ് സൂര്യകുമാർ. എന്നാൽ ഇപ്പോൾ പാണ്ഡ്യ ക്യാപ്റ്റനായതുകൊണ്ട് സൂര്യയ്ക്കും അത്ര ഇഷ്ടമില്ല. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ എതിർത്ത ഒരാളാണ് സൂര്യകുമാർ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സൂര്യ, ബുംറ, രോഹിത് ഇവർക്ക് ഒന്നും തന്നെ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ഇഷ്ടമല്ല. കാരണം അത് പാണ്ഡ്യയുടെ സ്വഭാവം തന്നെയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായാൽ ചീത്ത കേൾക്കേണ്ടി വരും. അത്രയ്ക്കും മോശം സ്വഭാവമാണ് പാണ്ഡ്യയ്ക്ക്. എന്തായാലും ആദ്യ കളി തന്നെ തോറ്റു. പാണ്ഡ്യയുടെ അഹങ്കാരം മാറിയെന്നാണ് ആരാധകർ പറയുന്നത്. ഇനി അടുത്ത മത്സരത്തിൽ ഇതേ കളി ആവർത്തിച്ചാൽ മുംബൈ ഇന്ത്യൻസ് തോൽക്കുമെന്നത് ഉറപ്പാണ്. ഇത്രയും ചെറിയ ടാർഗറ്റ് മാത്രമേ ഗുജറാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലും മുംബൈക്ക് മറികടക്കാൻ സാധിച്ചില്ല. അപ്പോൾ പാണ്ഡ്യയുടെ സ്വഭാവം നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.